സാമോന്റെ അച്ഛന്റെ ഷോപ്പിലെത്തിയ സാമോനും അച്ഛനും കൂടി അവിടെ നടന്ന പൊട്ടിത്തെറിയിൽ മറിഞ്ഞു വീഴുന്നത് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. ഇന ഈ സമയം ഹീജുവിനെ കാണാൻ എത്തിയിരുന്നല്ലോ. തനിക്ക് പകരമാണ് ഹീജു സാമോനെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ഈ ബന്ധത്തിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറുന്നതിന് ഒരു കുഴപ്പവുമില്ല. അവന്റെ ഫാമിലി, അവന്റെ ഐഡന്റിറ്റിയെ പറ്റി നമ്മളോട് മറച്ചുവെച്ച സ്ഥിതിക്ക് സുഖമായില്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് ഊരിപ്പോരാം എന്നൊക്കെ ഇന അവളോട് പറയുന്നുണ്ട്. അതിന് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ് ഇനി അവിടെ നിന്ന് പോവാനായി എഴുന്നേറ്റപ്പോൾ ഹീജു അവളോട് സംസാരിക്കുന്നു. ഹീജുവിന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിലും ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. സാമോനെ വിവാഹം കഴിച്ചത് എന്റെ ചോയ്സാണ്, ആരും എന്നെ അതിനെ നിർബന്ധിച്ചതല്ല. പിന്നെ അവന് മാത്രമൊന്നുമല്ലല്ലോ സീക്രട്സ് ഉള്ളത്. എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാനും അവന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നു. അതുകൊണ്ട് അവനെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ ഹീജു പറയുന്നു. ഹീജു ആ പറഞ്ഞ് കേട്ടതിനേക്കാൾ കൂടുതൽ ഇന ശ്രദ്ധിച്ചത് അവളുടെ ശബ്ദമാണ്. കാരണം ആദ്യമായിട്ടാണല്ലോ ഇന ഹീജു സംസാരിച്ച് കേൾക്കുന്നത്. നിന്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്. കുട്ടിക്കാലത്തും പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് കയറി വന്ന അനിയത്തെയാണ് നീ എങ്കിലും ആദ്യം അത് ഉൾക്കൊള്ളാൻ പറ്റാതിരുന്നെങ്കിലും എനിക്ക് പിന്നെ നീ ഇങ്ങനെ ചേച്ചിയെന്ന് പറഞ്ഞ എന്റെ പുറകെ നടക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഇന്ന നൊസ്റ്റാൾജി അടിച്ച് പറയുന്നുണ്ട്. ഈ സമയത്താണ് ഹീജു ആ DNA റിപ്പോർട്ട് അവൾക്ക് അയച്ചു കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചത്. ആരാണത് അയച്ചതെന്ന് എനിക്കും അറിയില്ല, അനോണിമസ് ആയിട്ടാണ് വന്നത്. പക്ഷേ പിന്നീട് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് നിന്റെ അമ്മയോ എന്റെ അച്ഛനോ അല്ല ഇത് അയച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇത് കണ്ടു കഴിയുമ്പോൾ ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഉറപ്പുള്ള ആരോ ആണ് ഇത് അയച്ചിരിക്കുന്നത്. ഈ വിവാഹം നടക്കരുതെന്ന് അയാൾ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഇന പറയുന്നു. സാമോൺ ഈ സമയം ഉണരുന്നുണ്ട്. അവൻ അച്ഛനെയും താങ്ങിയെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. അച്ഛനും ബോധം വീണിട്ടുണ്ട്. അവൻ നിന്റെ പുറകെയാണ്, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ അച്ഛൻ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് വീടിന്റെ മേൽക്കൂരയെല്ലാം കൂടെ കത്തി അവരുടെ മുകളിലേക്ക് വീണത്. അങ്ങനെ രണ്ടുപേരും വീണ്ടും തെറിച്ച് വീഴുന്നു. ഹീജുവിന് പോയ ശേഷവും അവന്റെ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യാത്ത കാരണം അവൾക്ക് ആകെ ടെൻഷൻ ആവുന്നു. അവൾ സ്റ്റേഷനിൽ വിളിച്ച് ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് നൽകാൻ പറഞ്ഞപ്പോൾ സാമോന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് കോൾ കട്ട് ചെയ്യേണ്ടി വരുന്നു. ഇനി എന്താണ് വഴിയെന്ന് ആലോചിക്കുന്ന സമയത്താണ് DNA റിപ്പോർട്ടുമായി വന്നപ്പോൾ ഇന പറഞ്ഞതിനെ പറ്റി അവൾ ഓർക്കുന്നത്. ഈ സാമോണിനെ ഇന ആദ്യമായിട്ട് കാണുന്നത് അവന് 15 വയസ്സുള്ള സമയത്താണ്. അതിനു മുമ്പും അവിടെ ശരിക്കും ഒരു സാമോൺ ഉണ്ടായിരിക്കണമല്ലോ. അവന് പകരക്കാരനായിട്ടായിരിക്കണമല്ലോ ഇവൻ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന മകൻ എവിടെയാണ്? അതിനു മുമ്പ് ഒരിക്കൽ പോലും ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അവർ അവനെ ഒളിപ്പിച്ചു വെച്ചത് എന്നൊക്കെ ഇന ചില സംശയങ്ങൾ ഹീജുവിനോട് ചോദിക്കുന്നുണ്ട്. ആ സംശയങ്ങൾ സാമോന്റെ ഇപ്പോഴത്തെ പേരൻസിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഹീജു നേരെ അവരെ പോയി കാണുന്നു. അവൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസിൽ വിളിച്ച് ഇതിനെപ്പറ്റി കംപ്ലൈന്റ് ചെയ്യാൻ അവൾ അവരോട് ആവശ്യപ്പെടുന്നു. അവൾക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞ് അവർ രണ്ടുപേരും ശരിക്കും ഷോക്ക് ആവുന്നുണ്ട്. പക്ഷെ ഹീജു അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്റെ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ അത് അംഗീകരിക്കില്ല എന്ന് തോന്നിയപ്പോൾ സാമോൺ അവരുടെ ശരിക്കുള്ള മകനല്ല എന്നുള്ള കാര്യം പറഞ്ഞ് അവൾ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അതോടെ അവർ അവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റിനോട് സാമോനെ പറ്റി അന്വേഷിക്കാൻ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനും അവൻ എവിടെയാണ് എന്നൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. എന്നാലും കൂടുതൽ അന്വേഷണം നടത്താമെന്ന് അവർ സമ്മതിക്കുന്നു. അങ്ങനെ ഹീജുവിന് തൽക്കാലം മടങ്ങേണ്ടി വരുന്നുണ്ട്. അവൾ അവിടെ നിന്ന് തിരികെ പോകാൻ ഇറങ്ങിയ സമയത്ത് ആ അസിസ്റ്റന്റ് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടുത്തെ ശരിക്കുള്ള സാമോനെ പറ്റി അവളോട് പറയുന്നു. ശരിക്കുള്ള സാമോന് ചെറുപ്പത്തിൽ കണ്ണിനൊരു സർജറി നടത്തേണ്ടി വന്നിരുന്നു. അങ്ങനെ അവന്റെ കണ്ണിന്റെ കൃഷ്ണമണി 2 നിറത്തിലാണ് എന്ന് അയാളിൽ നിന്ന് അവൾക്ക് അറിയാൻ കഴിയുന്നു. പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ അതുവരെ നടന്ന കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ ഇപ്പോൾ തങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കിഡ്നാപ്പർ ശരിക്കുള്ള സാമോൻ ആണ് എന്ന് ഹീജു ഊഹിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അവൾ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സാങ്കു അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. ആദ്യം അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നീട് അവൻ വീണ്ടും വിളിക്കുന്നതിനാൽ അവൾ അത് അറ്റൻഡ് ചെയ്യുന്നു. സാമോനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു സാങ്കു വിളിച്ചത്. അങ്ങനെ ഹീജു വേഗം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് അവന് സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന സാങ്കുവിനോട് അവൾ സംസാരിക്കുന്നു. ഹീജുവും സാമോണും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് സാങ്കുവിന് ഇപ്പോഴും അറിയില്ല. എന്നാലും അവളുടെ ഫോണിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് അവന്റെ ഫോണിലേക്ക് കോളുകൾ വന്നതുകൊണ്ടാണ് അവളെ വിളിച്ച് വിവരം പറയാൻ അവൻ തീരുമാനിച്ചത്. സാമോന്റെ അച്ഛന്റെ ഫിഷിംഗ് ഷോപ്പിലേക്ക് ആരോ ഒരാൾ വരുന്നതായി കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലോ. അത് ശരിക്കും സാങ്കു ആയിരുന്നു. ആ ഓർഫനേജിനടുത്തുള്ള വില്ല ആരുടെ പേരിലാണ്, അയാളിപ്പോൾ എവിടെയാണ് എന്നൊക്കെ സാങ്കുവും മറ്റുള്ളവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ വില്ല ഇപ്പോൾ സാമോന്റെ ശരിക്കുള്ള അച്ഛന്റെ പേരിലായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ തിരക്കി അവൻ അവിടെ എത്തിയത്. പക്ഷെ ആ വീടിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറയാൻ തയ്യാറാവുന്നതിന് പകരം പേടിയോടെ അവനെ അവിടെ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുകയാണ് ചെയ്തത്. സാങ്കു അവിടെ നിന്ന് തിരികെ പോകുന്ന സമയത്താണ് സാമോൻ അവനെതിരായി വണ്ടി ഓടിച്ചു പോകുന്നത് കാണാനിടയാകുന്നത്. അങ്ങനെ സംശയം തോന്നി സാങ്കു അവനെ ഫോളോ ചെയ്ത് അവിടെ എത്തിയതാണ്. അവിടെ എത്തിയ സമയത്ത് അകത്ത് സാമോനും അച്ഛനും ബോധമില്ലാതെ കിടക്കുകയാണ്. സാങ്കു അവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. ഹീജു ഇപ്പോൾ അവനോട് ശരിക്കും സംസാരിക്കുകയാണല്ലോ ചെയ്തത്. അവളും സാമോനും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് സാങ്കു ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഹീജു എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ സർജറി കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്നതിനാൽ അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് സാമോൻ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കുന്നു. തൽക്കാലം അവൻ അപകട
ഉറക്കനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉണരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഡോക്ടർ അറിയിച്ചിട്ട് പോന്നു. പുറകെ തന്നെ സാമോനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ഹീജു. വിഷമത്തോടെ അവന്റെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിക്കുകയും അവന്റെ ഒപ്പം മുറിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നു. അവളുടെ ഈ കെയറിങ്ങും വിഷമവും ഒക്കെ കണ്ടപ്പോൾ തന്നെ അവർ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കുമെന്ന് സാങ്വുവിന് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. സാമോണിന് ബോധം വീണിട്ടില്ലാത്തതിനാൽ ഹീജു അവന്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. തനിക്ക് അപകടം സംഭവിച്ച സമയത്തെല്ലാം അവൻ തന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അവനെ കൂട്ടിന് താനിരിക്കാം എന്നൊക്കെ അവൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഓരോന്ന് പറഞ്ഞു വന്ന കൂട്ടത്തിൽ സങ്കടം സഹിക്കാൻ കഴിയാതെ അവൾ കുറെ കരയുകയും ചെയ്യുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ കിടന്നിരുന്ന സാമോൻ അവന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു. അവൻ വളർന്നത് എവിടെയായിരുന്നു എന്നൊക്കെ നേരത്തെ കാണിച്ചല്ലോ. ആ സ്ഥലത്ത് മീൻ പിടിക്കുകയും മറ്റും ചെയ്ത് സാധാരണക്കാരനായി ജീവിച്ചു വന്നതാണ് അവൻ. ഒരു ദിവസം അവൻ പുഴയിൽ നിന്ന് മീനും പിടിച്ച് തിരിച്ചു വന്ന ആ സമയത്ത് അവന്റെ അച്ഛന്റെ അടുത്ത് ശരിക്കുള്ള സാമോന്റെ മുത്തശ്ശനും ഒരു കുട്ടിയും നിൽക്കുന്ന അവൻ കാണാനിടയാവുന്നു. ആ കുട്ടിയുടെ മുഖം അവനപ്പോൾ കാണുന്നില്ല. മുത്തശ്ശൻ ഒരു കറുത്ത ബാഗ് അവന്റെ അച്ഛനെ ഏൽപ്പിക്കുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞപ്പോൾ അച്ഛനത് വള്ളത്തിൽ എങ്ങോട്ടോ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവൻ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് ആ അപ്പൂപ്പൻ പിന്നെയും വന്നു. ആ അപ്പൂപ്പന്റെ കൂടെ വന്ന കുട്ടി ഏതാണ് എന്നൊക്കെ അച്ഛനോട് ചോദിക്കുന്നു. അച്ഛ എന്ന് വിളിച്ചുകൊണ്ടാണ് അവൻ സംസാരിച്ചത്. അത് കേട്ടപ്പോൾ നിന്നോട് എന്നെ അച്ഛ എന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു അദ്ദേഹം അവനോട് ദേഷ്യപ്പെടുന്നു. അതിനുശേഷം അവന്റെ കയ്യിൽ ഇരുന്ന മീനൊക്കെ തട്ടിക്കളഞ്ഞ് അവനെ വലിച്ചകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇന്ന് രാത്രി നേരത്തെ കയറി കിടന്ന് ഉറങ്ങിക്കോണം, എന്ത് ശബ്ദം കേട്ടാലും പുറത്തേക്ക് ഇറങ്ങി വരരുതെന്ന് അവനോട് പറയുന്നു. പക്ഷെ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന അവൻ പുറത്തൊരു നിലവിളി കേട്ട് അറിയാതെ ഉണർന്ന് പോകുന്നുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് പുറത്തിറങ്ങി വന്ന് നോക്കിയപ്പോഴാണ് സാമോന്റെ മുത്തശ്ശൻ ആ കുട്ടിയെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ തുടങ്ങുന്നത് കണ്ടത്. അപ്പോഴേക്കും അവന്റെ അച്ഛൻ വന്ന് കണ്ണു പൊത്തിക്കൊണ്ടു പോയി അവനെ അകത്ത് മുറിയിലിട്ട് പൂട്ടുന്നു. അവൻ അകത്ത് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി പുറത്തേക്ക് ഓടാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശൻ അവിടെ എത്തിയിരുന്നു. ചില പിശാചുക്കൾ ജന്മന അങ്ങനെയാണ്, അവരെ എത്ര ശ്രമിച്ചാലും തിരുത്താൻ കഴിയില്ല. ആദ്യം എന്റെ വീട്ടിലെ ഗോൾഡ് ഫിഷ് ആയിരുന്നു, പിന്നീട് അത് പൂച്ചയായി, പിന്നീട് അവനേക്കാൾ ചെറിയ കുട്ടികളായി. ഡെഡ് ബോഡി കൊണ്ട് നിറഞ്ഞ കറുത്ത ബാഗുകളുടെ എണ്ണം കൂടി വന്നതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരുത്തൻ എങ്ങനെ വന്ന് ജനിച്ചു? എന്തായാലും ഇപ്പോൾ പ്രശ്നമെല്ലാം സോൾവ് ആയിരിക്കുകയാണ്. അതേപോലെയുള്ള ഒരു കറുത്ത ബാഗിനുള്ളിൽ അവനും എത്തിപ്പെട്ടിരിക്കുന്നു. എന്റെ പേരക്കുട്ടിയുടെ സ്ഥാനം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളിനെ വെച്ച് ഞാൻ നികത്തും എന്നൊക്കെ മുത്തശ്ശൻ അവനോട് പറയുന്നു. പേടിയോടെയാണ് അവൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നത്. ഞാൻ എന്തുകൊണ്ടാണ് നിനക്ക് ഇതുവരെ പേരിടായിരുന്നതെന്ന് നിനക്കറിയാമോ എന്നും അദ്ദേഹം അവനോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ സ്വപ്നം കണ്ട് പേടിച്ച് കുട്ടിക്കാലത്തും അവൻ ഞെട്ടി ഉണരുമായിരുന്നു. അങ്ങനെ ഇറങ്ങി ഓടുന്ന ദിവസങ്ങളിലാണ് ഹീജു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് അവൻ ആശ്വാസം കണ്ടെത്തിയിട്ടുള്ളത്. സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുട്ടിക്കാലത്ത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഹീജു പറയാറുണ്ടായിരുന്നത് പോലെ എല്ലാം ശരിയാവും എന്ന് അവൾ അടുത്തിരുന്ന് പറയുന്നത് പോലെ അവന് തോന്നുന്നു. അങ്ങനെ അവൻ കണ്ണ് തുറക്കുന്നുണ്ട്. ഹീജു അവന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവനെ ബോധം വീണുവെന്ന് കണ്ട് അവൾ ഡോക്ടറെ വിളിക്കാൻ പോകാൻ തുടങ്ങിയെങ്കിലും അവൻ അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. സാങ്കു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാമോൺ ഉണർന്ന വിവരം അവനോട് പറഞ്ഞിട്ട് ഹീജു വേഗം അവിടെ നിന്ന് പോകുന്നു. സാങ്കു അകത്തേക്ക് നിന്ന് അവനെ കാണുന്നുണ്ട്. അപ്പോഴേക്കും സാമോൺ ബെഡിൽ എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞിരുന്നു. ഇത് എന്റെ അച്ഛന്റെ ഹോസ്പിറ്റലാണ്, നീ ഇവിടെ അഡ്മിറ്റ് ആണ് എന്നുള്ള കാര്യം പുറം ലോകം അറിയാതെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സമാധാനത്തോടെ നിനക്ക് ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സാമു അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്ക് എങ്ങനെയുണ്ട് എന്ന് സാവോൻ അന്വേഷിക്കുന്നത്. ഹീജു ഈ സമയം വാഷ്റൂമിൽ പോയിരുന്ന് കരയുകയായിരുന്നു. സാവോൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന കരച്ചിൽ അവൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇവിടെ വന്ന് തനിച്ചിരുന്ന് കരയുന്നത്. സാവോൻ മറ്റേ ആളിനെ പറ്റി അന്വേഷിച്ചത് കാരണം സാമു അവനെ അദ്ദേഹം ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഇപ്പോഴും കുറച്ച് മോശമാണ്, അതുകൊണ്ട് ഐസിയുലാണ് ഇപ്പോഴും ഉള്ളത്. അദ്ദേഹവുമായി അവൻ എന്ത് ബന്ധമാണെന്ന് സാമു ചോദിക്കുന്നുണ്ട്. അദ്ദേഹമാണ് എന്നെ വളർത്തിയത്, അദ്ദേഹം പേര് മാറ്റിയ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ സാമോൻ അവനോട് പറയുന്നു. അവരുടെ റിലേഷനെ പറ്റി സാങ്കു പിന്നെയും എടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് മാത്രം സാമോൻ പറയുന്നു. ഹീജു ഇതിൽ വല്ലതും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സാങ്കു ചോദിച്ചപ്പോൾ എനിക്ക് ആകെയുള്ള ഒരേ ഒരു ഫാമിലി അവൾ മാത്രമാണ്, അല്ലാതെ അരുതാത്ത ബന്ധമൊന്നും ഞങ്ങൾക്കിടയിലില്ല എന്ന് സാമോൻ അവനോട് പറയുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് സാങ്കു തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഞാൻ അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പബ്ലിഷ് ആക്കുന്നത്? എന്റെ പേഴ്സണൽ ലൈഫ് എത്രത്തോളം മോശമാണെന്നുള്ളത് അധികം വൈകാതെ പുറം ലോകം അറിയും. ആ സമയത്ത് എല്ലാവരും കൂടി അവളെ വിമർശിക്കുന്നത് കണ്ടു നിൽക്കുന്നതിന് വേണ്ടിയിട്ടോ, എല്ലാവർക്കും കൂടി അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്തിനാണ് അവളെ ആളുകൾക്കിടയിലേക്ക് വിട്ടുകൊടുക്കുന്നതെന്ന് സാവോൻ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് സാങ്കുവിന്റെ കയ്യിലും കഴുത്തിലുമൊക്കെ പറ്റിയിരിക്കുന്ന പരിക്കുകൾ സാവോൻ ശ്രദ്ധിക്കുന്നത്. തങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണല്ലോ സാങ്കുവിന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. മുമ്പ് അവനെ തെറ്റിദ്ധരിച്ചു പോയതിന് സാവോൻ സോറി പറയുന്നു. പിന്നെ ഐസിയുവിൽ കിടക്കുന്ന ആളിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കണം. ആ ഓർഫനേജുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന സാക്ഷി അദ്ദേഹമാണ് എന്ന് സാവോൻ അവനോട് പറയുന്നു. അത് മാത്രമല്ല
അവസാനമായി ഇദ്ദേഹം നൽകിയ ടിപ്പ് അവൻ ജീവനോടെ ഉണ്ട് എന്നാണ്. അതാരാണെന്ന് ഇതുവരെ വ്യക്തമായില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അന്ന് ആ കുട്ടികളെ കൊന്ന ആളും ഇപ്പോൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും ഒരാൾ തന്നെയാണ്. അതൊക്കെ വ്യക്തമായി അറിയണമെങ്കിൽ ഇദ്ദേഹം ജീവിച്ചിരുന്നേ മതിയാവുമെന്ന് സാമോൻ പറയുന്നു. തിരികെ റൂമിലെത്തിയ ശേഷമാണ് അവൻ തന്റെ ഫോൺ എടുത്ത് നോക്കുന്നത്. തലേദിവസം ഹീജു അവൻ വരാൻ വൈകിയത് കാരണം അവന് തുരുതുരാ മെസ്സേജ് അയച്ചിരുന്നു. അതെല്ലാം അവൻ ഇപ്പോഴാണ് കാണുന്നത്. അവൾ എത്ര സമയം തന്നെ വെയിറ്റ് ചെയ്തിരുന്നു, എത്രത്തോളം ടെൻഷൻ അടിച്ചു എന്നൊക്കെ അത് കണ്ടപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട്. മെസ്സേജ് പോരാഞ്ഞിട്ട് വോയിസ് മെയിലും അവൾ അവന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതും അവൻ കേട്ട് നോക്കുന്നു. ഈ സമയത്താണ് ഒരു നഴ്സ് ചെക്കപ്പിനായി അവന്റെ അടുത്തേക്ക് വന്നത്. ഹീജു പുറത്തുണ്ടോ എന്ന് അവൻ നഴ്സിനോട് അന്വേഷിക്കുന്നു. പുറത്താരുമില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അവൾ പിന്നെ എവിടെ പോയെന്ന് അവൻ സംശയിക്കുന്നു. ഹീജു ഈ സമയം വീട്ടിലെത്തിയിരുന്നു. സാമോൻ ആ സമയത്ത് അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ അത് അറ്റൻഡ് ചെയ്യുന്നില്ല. വേഗം അകത്ത് പോയി ഫോൺ ഒളിപ്പിച്ചു വെച്ചിരുന്നത് അവൾ തപ്പിയെടുക്കുന്നു. സാവന്റെ അച്ഛൻ ഈ സമയം മുമ്പത്തെ പോലെ കുറെ മാധ്യമ പ്രവർത്തകരെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ നടത്തുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഷോ ആണിതെന്ന് വേണമെങ്കിൽ പറയാം. ഭാര്യയെ നന്നായി കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവരെ കാണിക്കുന്നതിന് വേണ്ടി ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവരുടെ മുന്നിൽ വെച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. അങ്ങനെ അതിന്റെ ചോദ്യവും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈന അവിടേക്ക് വന്നത്. അവളാണ് സാമോന്റെ വൈഫ് എന്നാണല്ലോ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്റെ മരുമകളാണ് എന്ന് പറഞ്ഞ് അയാൾ അവളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവളത് തിരുത്താനും പോകുന്നില്ല. ഹീജു ഈ സമയം ആ ഫോണുമായി സ്റ്റേഷനിലെത്തി കീഴടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവൾ സ്റ്റേഷനിലെത്തി വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് നടക്കുന്നതിനിടയിൽ സാമോൻ കാറിൽ അവിടെ വന്നിറങ്ങുന്നുണ്ട്. അവൾ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയതിനാലാണ് അവനും അങ്ങോട്ടേക്ക് വന്നത്. അവൻ ഹീജുവിനകത്തേക്ക് പോകാൻ സമ്മതിക്കാതെ അവളെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. ഫോൺ അവളുടെ കയ്യിലിരിക്കുന്നതും അവൻ പിടിച്ചു വാങ്ങിക്കുന്നു. പക്ഷെ ഹീജു അവന്റെ കൂടെ ചെല്ലാൻ തയ്യാറാവാതെ കുറ്റം ഏറ്റു പറയാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. നിന്നെപ്പറ്റി ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നീ ശരിക്കുള്ള സാമോൻ അല്ല എന്ന് ഞാൻ അറിഞ്ഞു. ശരിക്കുള്ള സാമോൻ ആരാണെന്നും ഞാൻ അറിഞ്ഞു. ഇത്രയും കാലം നീ ഇതൊന്നും എൻ്റെ അടുത്ത് പറയാതെ ഒളിപ്പിച്ചു വെച്ചത് എന്തുകൊണ്ടാണ്? സത്യമറിയാതെ ഞാൻ നിന്റെ ശത്രുവിനൊപ്പം ചേർന്ന് നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലേ? അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടണം. അവനെ പിടികൂടാനല്ലാതെ വേറെ വഴിയില്ല. ഈ ഒരു തവണയെങ്കിലും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നെ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹീജു സ്റ്റേഷനിലേക്ക് പോവാൻ വീണ്ടും വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലമായിട്ടും നിനക്ക് ഇതുവരെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നത് നിന്നെ ഓർത്ത് മാത്രമാണ്. നീ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും മുന്നോട്ട് വരാൻ സാധിച്ചത്. നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നീ ഇത്രയും നാൾ കണ്ട സാമോൻ അല്ല ഞാനെന്ന് അറിഞ്ഞതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നറിഞ്ഞപ്പോൾ നിനക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിരുന്നോ? ഇല്ലല്ലോ, അതേപോലെ തന്നെയാണ് ഇതും എന്ന് ഹീജു പറയുന്നുണ്ട്. എന്തായാലും ശരിക്കുള്ള നിന്നെ അറിയാൻ ഇപ്പോഴെങ്കിലും സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നും അവൾ പറയുന്നുണ്ട്.